നീ കണ്ട ഞാൻ നോക്കിയില്ല. വാ കാണിച്ചു തരാം. ഹംഗ്രി മൃണാലിനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്, പൊതുവെ ആൾക്കാർക്കല്ല. സോ ഞാൻ ചോദിക്കുകയാണ്, മൃണാൽ ദാസിനെ എങ്ങനെ പരിചയപ്പെടുത്തും? അല്ല, ഞാനതെങ്ങനെ പറയും? എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാൽ മതി. ഒരു സാധാരണ മനുഷ്യന്റെ എല്ലാ വീക്ക്നെസ്സും ഉള്ള മലയാളി ചെക്കൻ. എന്തൊരു എളിമ, എന്തൊരു വിനയം. ശരിയാ ശരിയാ. ഈ ചെക്കൻ എന്ന് പറയാൻ പറ്റില്ല, കിളവനായിക്കൊണ്ടിരിക്കുകയാണ്. 43 now. എന്ത് ചെയ്യുന്ന കോമഡിയാണ് കൊള്ളൂലല്ലേ? വേണ്ടായിരുന്നു. എന്താണ് ആ ഒരു റെസ്റ്റോറന്റ് ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള ഒരു വികാരം? അത് ഉത്തരം പറ. അത് ഒരു 4 ആഴ്ച മുമ്പ് ഞാൻ സിഡ്നിയിലായിരുന്നു. ഇതൊക്കെ ഇവിടെ എന്നാ പറയുന്ന ക്ലൈറ്റസ്? വിവേക് എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട്, അവൻ എന്നോട് പറഞ്ഞതാണ്, കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ഈ ഓസ്ട്രേലിയ പോലത്തെ രാജ്യങ്ങൾ ദേ ആർ വെരി സ്ട്രിക്റ്റ് അബൌട്ട്. ഇപ്പൊ നമ്മളൊരു ബീഫ് അച്ചാർ കൊണ്ട് ഓസ്ട്രേലിയയിൽ പോയാൽ അവർ സമ്മതിക്കൂല അകത്തേറ്റാൻ. ഒരു പ്ലാന്റ്, ഒരു സീഡ് അവർ സമ്മതിക്കൂല. ദേ ആർ വെരി പ്യുവർ തിങ്കിങ് ആണ് ഫുഡിന്റെ കാര്യത്തിൽ. ഇതൊക്കെ നീ എന്താണ് ഇവിടെ പറയുന്നേ? അതുകൊണ്ട് തന്നെ വിവേക് പറഞ്ഞാണ്, എടാ എനിക്കും ഫാമിലിക്കും നാട്ടിൽ വരുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഹംഗ്രി മൃണാളിന് ഭക്ഷണം കഴിച്ചിട്ട് അസുഖമൊന്നും വന്നില്ല. ഞാൻ പറഞ്ഞു, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഹംഗ്രി മൃണാൾ അസുഖം വരുത്താനുള്ള സ്ഥലമല്ലല്ലോ. ഒരു മാറ്റവും ഇല്ലല്ലോ. അപ്പൊ പറഞ്ഞ അങ്ങനെയല്ല, വേറെ ഓൾമോസ്റ്റ് ഏത് റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിച്ചാലും എന്തെങ്കിലും അസുഖം വരും. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ഇഡിയറ്റ്. ഹംഗ്രി മൃണാൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് ബിരിയാണി ഇപ്പൊ നാട്ടിൽ കുറച്ച് സമയമായി, ഇന്ന് ബിരിയാണി ഇപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ ഇന്ന് രാവിലെ വാങ്ങിച്ചാണ്. അതൊരു പുതിയ അറിവാണല്ലോ. സിമ്പിൾ ലോജിക്. പച്ചക്കറിക്കാരൻ ഇന്ന് വന്നില്ലെങ്കിൽ കട ഓർക്കാൻ പറ്റൂല. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. പാലുകാരൻ ഇന്ന് വന്നില്ലെങ്കിൽ ചായ ഉണ്ടാക്കാൻ പറ്റൂല. എന്തൊരു ചളിയാടോ, ചളിവാരി അങ്ങ് തെറിപ്പിക്കുക, പൊത്തുക ചളിവാരി. ഇനി ഒന്നുമില്ലല്ലേ പറയാനെ കൊണ്ട്? ഒന്നുമില്ല, പോവാ. അങ്ങനെയാണെ പോവല്ലേ.